അസ്സലാമലൈക്കും. റംലാൻ സീരീസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മ ഇന്ന് വീട്ടിലല്ല, നമ്മ എല്ലാ ദിവസവും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണിക്കുക. ഇന്ന് നമ്മ വീട്ടിലല്ല. നമുക്ക് ഈ വർഷത്തെ ഫസ്റ്റത്തെ നോമ്പുതറ, അതെ, ഇഫ്താർ ഇരുന്നിന് നമ്മ പോയിക്കൊണ്ടിരിക്കണ്. എവിടെക്കാന്ന് വെച്ചാ രണ്ടാമത്തെ ഉത്താന്റെ വീട്ടിലാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് നോമ്പുതറ വിളിച്ചിരിക്കണത്. പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണ്. അപ്പൊ ഇനി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് കാണാൻ പോവാ. റിനു നിനു ഉണ്ട്. അപ്പൊ ഞങ്ങ 4 പേരായിട്ടാണ് ഞങ്ങൾ ഇപ്പൊ പോണത്. അപ്പൊ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് കുക്കിംഗ് വ്ലോഗും അങ്ങനത്തെ ഒന്നല്ല കേട്ടോ, ഞങ്ങളെ നോമ്പുതറ വ്ലോഗ് ആയിരിക്കും. ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ നമുക്ക് പോവാം. ലേസും വാങ്ങണം. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടോ, വാങ്ങി കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കിച്ചണീത്തെ ടേബിളിൽ തന്നെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. എല്ലാവരും നോമ്പ് തുറക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ വേഗം നോമ്പ് തുറക്കണം. ഹായ് പൊന്നു, ഇരിയുന്നുണ്ടോ? ഹായ്, ഇവിടെ വീട്ടിലുണ്ട്. ഇച്ചകത എവിടെ ഇരിക്കണ്ട കേട്ടോ. ആണുങ്ങളെല്ലാവരും ഇവിടെ കേട്ടോ ഇന്ന് കഴിക്കുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞില്ല. പരിപാടി കഴിഞ്ഞ് ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്താ ചീന പരിപാടി കഴിഞ്ഞ് സാധനങ്ങൾ ഉണ്ടാക്കാല്ലേ, സഹായിക്കാനല്ലേ? പുതിയ ടി വി തോന്നില്ല, അതാണ് ഈ സഹായം. കഴിച്ചോ? ഫുഡൊക്കെ വേണ്ടിയോ? സൂപ്പറാ. എന്നൊക്കെ ഇഷ്ടപ്പെട്ടു? ബീഫ് കഴിക്കാൻ ഇഷ്ടമല്ലേ? ചിക്കൻ ഉണ്ടാക്കി കഴിക്കല? എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ബീഫാട്ടോ. അല്ലെ വേറെന്താ? വേറെന്താ? ഹലോ ഗൈസ്, അപ്പൊ നോമ്പുതുറൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ തട വീട്ടിൽ നിന്ന് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എടുക്കണേനും പരിധിയില്ലേ. അപ്പൊ നമ്മ അങ്ങനെ കൂടുതലൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ടുള്ളൂ. അതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവാ. അപ്പൊ ഇനിയിപ്പൊ ഞങ്ങൾ നേരെ ഇനി എവിടക്കാ പോണേ? മുല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തട വീട് കേട്ടോ. അപ്പൊ അവിടക്ക് പോണം. ഇവർക്ക് ഇനി ചൊവ്വാഴ്ച എക്സാം ഉണ്ട്. അപ്പൊ അതിന് ബുക്കും ഡ്രസ്സും യൂണിഫോമും ഒക്കെ എടുക്കണം. നമ്മളവിടെ ഇവരിപ്പം നമ്മളെ വീട്ടിൽ തന്നെയാണ്. അപ്പൊ അതിനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വരണം. അപ്പൊ ഇത്താടെ വീട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോണം. അല്ലേ ചാ? അതെ, ജസ്റ്റ് കയറിയിട്ട് വരണം. സാധനങ്ങളൊക്കെ എടുത്ത് വരണം. പിന്നെ ഇച്ചാക്ക് ഇപ്പൊ ഫ്രണ്ട്സ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ, വരുന്നില്ലേ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇച്ചാക്കിന് അവിടേക്കും പോണം അല്ലേ? അതിനാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഞങ്ങളെ വേഗം പറത്തി വിടുന്നത്. അതെ, ഇച്ചാക്ക് സങ്കടത്തോണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. കാരണം നിസാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത്രയും വിഷമായിട്ട് ഫുഡ് പോലും അങ്ങനെ കഴിച്ചിട്ടില്ല. അതെ, അത്രയും വിഷമാണ്. അങ്ങനെയാണ് ഗൈസ്. ഇച്ചാടെ ഫ്രണ്ട്സില് ഞാൻ ഫസ്റ്റ് പരിചയപ്പെട്ട നിസാമിന കേട്ടോ. അതെ, ഇതില് പോയിട്ട് ഇവര് വിളിച്ചാണ് കേട്ടോ, അല്ല ഞാൻ പോയതല്ല. അപ്പൊ അങ്ങനെ ഫസ്റ്റ് പരിചയപ്പെട്ട നിസാമിനാണ്. അപ്പൊ നിസാം പോണ്ട വിഷമത്തിലാണ് ഇച്ച. അപ്പൊ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തണം. അപ്പൊ ഇനി ഇവരെ വീട്ടിൽ ചെന്നിട്ട് ഇവരെ വിശേഷങ്ങളാണ് അല്ലേ. അങ്ങനെ ഇവരെ വീട്ടിലെത്തിട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. വേഗം തുറന്നോ, ഇച്ചേരുന്നില്ലേ? ഇട്ടോ. അപ്പൊ എന്തിനാണ് നിർത്തിയിരിക്കണ? ബിരിയാണിയൊക്കെ കഴിച്ചെന്ന് പറഞ്ഞേ, അത് കുടിക്കാൻ വേണ്ടിട്ട് കേട്ടോ. ബിരിയാണി കഴിച്ചു വന്നോണ്ട് ഇത് കുടിക്കാൻ വന്നിരിക്കുന്ന. മദീന സ്റ്റോറി കണ്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു അടിപൊളി സാധനം കിട്ടും, മർജാനി. ഇന്നത്തെ സ്പെഷ്യൽ വാട്ടർമെലൺ ലെമണേഡ് ആണ് കേട്ടോ. മർജാനി കുടിക്കാൻ വന്നിരിക്കട്ടോ. ഇവർക്ക് രണ്ടുപേർക്ക് അത് മതി എന്ന് പറഞ്ഞു. എനിക്കൊരു ബദാം മിൽക്ക്. പച്ചമാങ്ങ കാന്താരി.
ഓക്കെ, പച്ചമാങ്ങ കാന്താരി, ബദാം മിൽക്ക്, പിന്നെ മർജാനി മിൽക്ക്. ഇതെന്താ? പച്ചമാങ്ങ കാന്താരി. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. നീനുവിനെ പറ്റിയിട്ടില്ല കേട്ടോ. തൊണ്ടയിൽ വരുന്നില്ലേ? അന്നെ കളിയാക്കിയവരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് വെച്ചാ. കുറച്ചും കൊണ്ട് നല്ലരുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് കയറി പോണല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ഒരു കുത്തലേരിന്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മർജാനി കേട്ടോ. ഇതേപോലെ നൈറ്റൊക്കെ വന്ന് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വട്ടം ഞാനിത് വന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ റിനു ഈ വഴി വന്നപ്പോഴാണ് പറഞ്ഞത് ഇത് അവർ കുടിച്ചിട്ടില്ല. എന്നാൽ പിന്നെ അവരെയും കൂടെ കുടിപ്പിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ? നല്ല ടേസ്റ്റ് കേട്ടോ. ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ ഐറ്റം. വേറെ വരും, വേറെ ആരുണ്ട്? മതി, വെള്ളം കടി, വെള്ളം. നമ്മളിപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് പച്ചമാങ്ങ കാന്താരി, ബദാം മിൽക്ക്, മർജാനി കേട്ടോ. ഇതുകൂടാതെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കുന്നുമ്മൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മ അടിപൊളി ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കണത്. ബദാം മിൽക്ക് കേട്ടോ. ബദാം മിൽക്ക് ഞാനുണ്ട്. നല്ല ഇഷ്ടമായി. ഉച്ചക്ക് മധുരത്തിനാണ് ഇഷ്ടമാണെന്നറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇപ്പം മർജാനിയാണ് ഇഷ്ടമായത്. മർജാനിയായിട്ട് ഇഷ്ടമായതാ? എങ്ങനെയുണ്ട്? ഇതിന് ടേസ്റ്റ് ഉണ്ടോ? എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏത് ഇഷ്ടമായത്? ഏതാ? മർജാനി ഇഷ്ടമായത്. പക്ഷെ എനിക്ക് ഓൾറെഡി ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടായിരിക്കും എല്ലാവർക്കും മർജാനിക്ക് ഇഷ്ടമായത്. ഇവിടെ എല്ലാവരും ഈ മർജാനി ചോദിച്ചിട്ട് വരുന്നുണ്ടോ. നല്ല തിരക്കാവുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തത് കണ്ടോ. ഓരോ സാധനങ്ങള് ഇങ്ങനെ അടിയിലും വെള്ളക്കെട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലായിടത്തും ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഒരു ചെറിയൊരു നോമ്പുതറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നോമ്പുതറൊക്കെ വരുന്നതായിരിക്കും അല്ലിച്ച നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങള് ക്ഷണിക്കാൻ ഞങ്ങൾ നോമ്പുറക്കാൻ വരുന്നതായിരിക്കും, വീഡിയോ എടുക്കാൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മൂത്തത്താടെ വീട്ടിലും നോമ്പുതറ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അവിടുത്തെ വീഡിയോസ് ഒക്കെ ഇനി വരുന്നതായിരിക്കും അല്ലേ? സ്റ്റേ ട്യൂൺ. അപ്പൊ ഇനി നാളെ പുതിയൊരു